ജൂൺ 2024 നടന്ന S1 സപ്ലിമെൻ്ററി എക്സാമിൻ്റെ മൊഡ്യൂൾ നമ്പർ 4ത്തെ വീഡിയോ ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഐസോമെട്രിക് പൊസിഷനിലെ 2 ക്വസ്റ്റ്യൻ സിമ്പിളാണ്. അതിൽ കൂടുതൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. അതിലൊരു സോൾഡ് മാത്രമേ ഉള്ളൂ. ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ഐസോമെട്രിക് പൊസിഷൻ നമ്മൾ ഓൾറെഡി 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെൻറ്റഗണൽ പ്രിസമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 ആണെങ്കിൽ സ്ക്വയർ സ്ലാബിൻ്റെ മുകളിലൊരു കോണാണ്, അതും എളുപ്പമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലോട്ടേക്ക് പോകാം. Question number 7, a cone of base diameter 40 mm and axis length 60 mm is resting centrally over a square slab of edge length 50 mm and thickness 20 mm. Draw the isometric view of the combination of solid. അതായത് ഒരു സ്ക്വയർ സ്ലാബിൻ്റെ മുകളിൽ ഒരു കോൺ റെസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ അല്ല, അതുകൊണ്ട് സ്കെയിൽ ആവശ്യമില്ല. ഓക്കെ, ഇതായിരിക്കും ആൻസർ കിട്ടുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ വരയ്ക്കുന്നതിന് ആൻസർ കീയിൽ മാർക്ക് കാണുന്നുണ്ട്. ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ വരയ്ക്കാതെ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ ഒരു സജഷൻ ഞാൻ ഡ്രാഫ്റ്റ് സ്കീമിന് കൊടുത്തിട്ടുണ്ട്. ഐസോമെട്രിക് വ്യൂ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ വരയ്ക്കാതെ വരച്ച് കഴിഞ്ഞാലും ഫുൾ മാർക്ക് കൊടുക്കണമെന്ന്, അങ്ങനെ ഫുൾ മാർക്ക് കിട്ടും. സ്ക്വയർ സ്ലാബിൻ്റെ ടോപ്പ് വ്യൂ സ്ക്വയറും ഫ്രണ്ട് വ്യൂ ഒരു റെക്റ്റാങ്കിളും കിട്ടും. ഇതാ ഫ്രണ്ട് വ്യൂ കിട്ടുക. അതിൻ്റെ മുകളിൽ ഒരു ടോപ്പ് വ്യൂവിൽ ഒരു സർക്കിളായിട്ട് കോണും ഫ്രണ്ട് വ്യൂവിൽ ഒരു ട്രയാങ്കിളായിട്ട് കോണിൻ്റെ ഫ്രണ്ട് വ്യൂവും കാണാൻ പറ്റും. അത് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. സ്ക്വയർ സ്ലാബിൻ്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരച്ച് കഴിഞ്ഞു. അതിൽ കോണിൻ്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂവും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇതാണ് സിമ്പിൾ പൊസിഷൻ. ഡ്രാഫ്റ്റ് ആൻസർ കീയിൽ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ 6 മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഐസോമെട്രിക് വ്യൂ ഓഫ് ദ സ്ക്വയർ സ്ലാബ് 4 മാർക്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഐസോമെട്രിക് വ്യൂ ഓഫ് സ്ക്വയർ സ്ലാബ് വരയ്ക്കാം. അതിന് ഈ പോയിൻ്റ് 1, 2, 3, 4 ഏതെങ്കിലും ഒരു പോയിൻ്റ് ഫിക്സ് ചെയ്തിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് 30 ഡിഗ്രിയിൽ 1, 2 ആൻഡ് 1, 4 എടുക്കുക. 2 എടുത്താലും കുഴപ്പമില്ല. അങ്ങനെ ഈ 1, 2, 3, 4ൻ്റെ റോംബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇത് ഞാൻ ഡാഷ് ലൈൻ വരച്ചിരിക്കുന്നത്, ഇത് എന്തായാലും ഡാഷ് ലൈൻ ആയിരിക്കും, ബാക്കിൽ വരുന്നതാണ്. ഇനി അതിന് ഹൈറ്റ് കൊടുക്കുക. ഹൈറ്റ് 20 ആണ്. 20 ഹൈറ്റ് കൊടുത്തു. അങ്ങനെ ഈ സ്ക്വയർ സ്ലാബിൻ്റെ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ മുകളിലായിട്ട് കോണിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം. അതായത് കോണിൻ്റെ ഈ സർക്കുലർ സർഫസ് ഇവിടെ എലിപ്സായി മാറും. എലിപ്സ് വരയ്ക്കണമെങ്കിൽ എലിപ്സിൻ്റെ ഈ റോംബസ് PQRSനെ ഈ ടോപ്പ് സർഫസിലേക്ക് കൊണ്ടുവരണം. അതിന് ഈ ഡിസ്റ്റൻസ് ഇത് ഇവിടത്തേക്ക് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അത് നമുക്ക് കിട്ടുക ഇത് 50 - 40 10. ഇപ്പോൾ 10/2 5 ആവും. ഇത് 5 ആയിരിക്കും. ഈ ഡിസ്റ്റൻസും 5 ആയിരിക്കും. അങ്ങനെ ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5, അങ്ങനെ എല്ലാ സ്ഥലത്തും 5 എടുത്തു കഴിഞ്ഞ് അത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റോംബസ് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഇത് 5 ആണ്, ഇത് 5 ആണ്. അങ്ങനെ എല്ലായിടത്തും 5 ഡിസ്റ്റൻസ് എടുത്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് വരയ്ക്കാൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കിത് വരയ്ക്കാൻ പറ്റും. കാരണം ഈ ഡിസ്റ്റൻസൊക്കെ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി 4 സെൻറ്റർ മെത്തേഡ് ഈ എലിപ്സ് വരയ്ക്കുക, അതൊക്കെ എത്രയോ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. 4 സെൻറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് എടുത്തിട്ട് ഓപ്പോസിറ്റ് കോർണറിലേക്ക് ജോയിൻ ചെയ്യുക, ഇവിടുന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്ക് ജോയിൻ ചെയ്യുക. അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഡയഗണൽ വരയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ പോയിൻ്റ് സെൻറ്ററായിട്ട് ഇങ്ങനെ ആർക്ക് വരയ്ക്കുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ 4 സെൻറ്റർ മെത്തേഡിൽ എലിപ്സ് കിട്ടും. ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് തൊട്ട് മുമ്പേ S2ൻ്റെ ആൻസർ പേപ്പർ വാല്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഒരു എലിപ്സ് വരയ്ക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിലൊരു കുട്ടി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 4 സെൻറ്റർ മെത്തേഡ് ഇത് മാത്രമല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ഇവിടെ കണ്ട് വരച്ചിട്ട് ഈ പോയിൻറ്റ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഈ 2 കർവ് ഓക്കെയാണ്. ഇത് ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന കാണുന്നുണ്ട് ഇങ്ങനെ. ഓക്കെ, അങ്ങനെ ചെയ്താൽ തെറ്റാണ്, ഇതിൻ്റെ മാർക്ക് കിട്ടില്ല. കാരണം ഇത് ശരിക്കും ഇത് മെത്തേഡ് ഓഫ് പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എലിപ്സ് വരയ്ക്കാനുള്ള ഒരു മെത്തേഡായ 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എലിപ്സ് വരയ്ക്കുന്നത്, റോംബസിൻ്റെ ഉള്ളിൽ എലിപ്സ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സെൻറ്ററായിട്ട് ഇവിടെ ആർക്ക് തന്നെ വരയ്ക്കണം, ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കരുത്. ഓക്കെ, ഫ്രീ ഹാൻഡായിട്ട് വരച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ഇനി കോണിൻ്റെ ഹൈറ്റ് 60 ആണ്. അപ്പോൾ ഈ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് 60 ഹൈറ്റ് എടുത്തിട്ട് ഈ എലിപ്സിന് ടാൻജൻ്റായിട്ട് എൻഡ് ജനറേറ്റേഴ്സ് മാത്രം വരയ്ക്കുക. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി. ഇനി ഇതിൻ്റെ ഡയമെൻഷൻ ചെയ്യണം. ഇതിൽ എന്നോട് ഡയമെൻഷൻ ചെയ്തപ്പോൾ തെറ്റിപ്പോയിട്ട് ഇത് 10 അല്ല, ഇത് 20 ആണ്. ഡയമെൻഷൻ ചെയ്തപ്പോൾ തെറ്റിപ്പോയാണ്, എടുത്തത് 20 തന്നെയാണ്. അപ്പോൾ ഡാഷ് ലൈന് കറക്റ്റായിട്ട് വരയ്ക്കുക. ഇത് ബാക്കിലത്തെ ഇത്രയും പോർഷൻസ് കാണില്ല. അതേപോലെ ഇവിടെയും ഇതൊക്കെ ഇത്രയും പോർഷൻസ് ഡാഷ് ലൈന് വരയ്ക്കുക. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഡ്രാഫ്റ്റ് ആൻസർ കീ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് 6 മാർക്സ് ആണ്. ഡ്രാഫ്റ്റ് ആൻസർ കീയിൽ സ്ക്വയർ സ്ലാബ് സിമ്പിൾ ആയതുകൊണ്ട് അതിന് മാർക്ക് കുറച്ചിട്ടുണ്ട്. ഐസോമെട്രിക് വ്യൂ ഓഫ് സ്ക്വയർ സ്ലാബ് 4 മാർക്സ് ആണ്. ഐസോമെട്രിക് വ്യൂ ഓഫ് കോൺ ഓവർ ദ സ്ക്വയർ സ്ലാബ് 8 മാർക്സ്. ഡയമെൻഷനിങ് ആൻഡ് നീറ്റ്നെസ് 2 മാർക്സ്. ഇങ്ങനെയാണ് ആൻസർ കീ വന്നിരിക്കുന്നത്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാതെ ഇത് ഡയറക്റ്റ് വരച്ചവർക്ക് ഈ 6 മാർക്ക് 3 ഇതിലും 3 ഇതിലുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് യൂഷ്വലി ചെയ്യാറ്. അതിൻ്റെ റിക്വസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വരുമായിരിക്കും.